വിഷമുള്ളിൽ ചെന്നല്ല സുനന്ദ പുഷ്കർ മരിച്ചതെന്നായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തുവന്ന ആന്തരികാവയവങ്ങളുടെ പരിശോധനാ റിപ്പോർട്ട് പറയുന്നത്. ഇത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്നും വ്യത്യസ്തമാണ്. ശരീരത്തിൽ വിഷത്തിന്റെ സാന്നിധ്യമുണ്ടെന്നായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. രണ്ട് റിപ്പോർട്ടുകളുടെയും വൈരുദ്ധ്യമാണ് തരൂരിന് വീണ്ടും തലവേദനയാകുന്നത്. സുനന്ദയുടെ മരണത്തിൽ അന്വേഷണം തുടരുകയാണെന്നും തരൂരിന് ക്ലീൻ ചിറ്റ് നൽകിയിട്ടില്ലെന്നും ഡൽഹി പോലീസ് കമ്മീഷണർ ഭീംസെൻ പാസി പറഞ്ഞു. So as far as we are concerned, we are investigating, as you know, the case under section 174 CRPC, and we are proceeding as per that. And let us get final advice of the doctor, examine the whole issue, and then whatever is required will be done. No, see, as far as we are concerned, the matter is still under probe. ശശി തരൂർ മത്സരിക്കുന്ന തിരുവനന്തപുരം മണ്ഡലത്തിൽ വിഷയം സജീവമാക്കാനുള്ള ശ്രമത്തിലാണ് എതിരാളികൾ. റിപ്പോർട്ടുകളുടെ വൈരുദ്ധ്യം പുറത്തുവന്ന സാഹചര്യത്തിൽ കാര്യങ്ങൾ വിശദീകരിക്കാൻ തരൂർ ബാധ്യസ്ഥനാണെന്ന് CPM ജില്ലാ സെക്രട്ടറി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. വിഷാംശം ഉള്ളിൽ ചെന്നല്ല മരണകാരണമെന്ന് രാസപരിശോധനാ റിപ്പോർട്ടും വിഷാംശം ഉള്ളിൽ ചെന്നാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും. അപ്പോൾ ഇവ തമ്മിലുള്ള വൈരുദ്ധ്യം ഈ മരണം കേവലമായിട്ടുള്ള ഒരു ആത്മഹത്യയല്ല, ഒരു കൊലപാതകമാണെന്ന് സംശയിക്കുന്ന തരത്തിലേക്ക് നീളുകയാണ്. യഥാർത്ഥത്തിൽ ഇവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ കേന്ദ്ര സഹമന്ത്രി കൂടിയായിട്ടുള്ള ശ്രീ തരൂർ ഈ മണ്ഡലത്തിലെ ജനങ്ങളോട് ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാകേണ്ടതായിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ പക്ഷം. CBI അന്വേഷണം വേണമെന്ന് BJPയും ആവശ്യപ്പെട്ടു. ഈ അൾട്രാക്സിൻ്റെ 2 സ്ട്രിപ്പ് MD സ്ട്രിപ്പ് എങ്ങനെ ഇവിടെ ബെഡിൻ്റെ അടുത്ത് വന്നു, ആരുകൊണ്ടിട്ടു, ഈ കോൺട്രഡിക്ഷൻസ് എങ്ങനെ വന്നു, ഓട്ടോപ്സിയും വിസേറ റിപ്പോർട്ടുമായിട്ടുള്ള കോൺട്രഡിക്ഷൻസ് എങ്ങനെ വരുന്നു. അപ്പോൾ BJPയുടെ ഡിമാൻഡ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇതിനെപ്പറ്റി CBI അന്വേഷണം വേണമെന്നാണ് BJPയുടെ ഡിമാൻഡ്. ഇക്കാര്യത്തിൽ ശശി തരൂരിന്റെ പ്രതികരണം ഇതുവരെ പുറത്തു വന്നിട്ടില്ല. മീഡിയ 1 തിരുവനന്തപുരം.